ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഒരു ചെറിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മളിലായിരിക്കുന്ന ഈ 2024 വർഷം മാർച്ച് മാസം ഈ ഏകദേശം എല്ലാവരും തന്നെ നോമ്പ് കാലം, ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒക്കെ നോമ്പ് കാലം അനുഷ്ഠിക്കുന്ന ഈ സമയത്ത് ഈ ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ കൂടുതൽ ദൈവത്തോടും മനുഷ്യരോടും അടുക്കുവാൻ ശ്രമിക്കണമെന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവൻ്റെ വഴികളെ തിരിച്ചറിയുവാനായിട്ടും നമ്മളുടെ വഴികളെ തൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും നാം തയ്യാറാകണം. അതുപോലെ തന്നെ ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, 55-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നുവെന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ പല പ്ലാനുകളും പദ്ധതികളും നമ്മുടെ വഴികളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എങ്കിലും അതല്ല അവിടെ നടക്കുന്നതെന്നുള്ളത് ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാകും. ദൈവത്തിൻ്റെ വഴികൾ എത്രമാത്രം ഉന്നതമാണെന്നും അവൻ്റെ വിചാരങ്ങൾ നമ്മളുടെ വിചാരങ്ങളെ കഴിഞ്ഞും എത്രമാത്രം ഉയർന്നതാണെന്നും, അത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെയുള്ള അത്ര ഗ്യാപ്പ്, അത്ര ഡിഫറൻസ് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, പൊതുവായിട്ട് പലരും പറയുന്നതും പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട് ഒരു കാര്യമാണ്, ദൈവം എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും ദൈവം എന്നോടിങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ഒരു പരിഭവത്തോടു കൂടി ദൈവത്തിൻ്റെ നമ്മളോടെന്താ വിരോധമുള്ളതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തതെന്നൊക്കെയുള്ള ചിന്തയിൽ നമ്മളുടെ അറിവിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും അങ്ങനെ പറഞ്ഞു പോകുന്നതും മറ്റുള്ളവർ പറയുന്നതും കേട്ടിട്ടുണ്ട്. ആ ഒരു വിഷയം ഓർക്കുമ്പോൾ ഞാൻ ഒരാളുടെ ലൈഫ് ഹിസ്റ്ററി, അതായത് അദ്ദേഹത്തിൻ്റെ ആ ജീവിതം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളിൽ പലരും കേട്ടിരിക്കാം, കേട്ടിരിക്കുന്നവർക്കായും ഈ കാര്യം പറയുകയാണ്. അതായത് 1975-ാം ആണ്ടിൽ വിംബിൾഡൺ ഇതിൽ വിന്നറായ ആർതർ ആഷെ എന്ന് പറയുന്ന ആഫ്രോ അമേരിക്കനാണ് അദ്ദേഹം. ആ കളിക്കാരനെ ഇപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം ആർതർ ആഷെ അന്ന് 31 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഈ മെൻസ് വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുമ്പോൾ അത് ആ ടൂർണമെൻറ്റ് വന്നിട്ട് ജൂൺ 23-ാം തീയതി മൺഡേ ഇത് തുടങ്ങി ജൂലൈ 5-ാം തീയതി 1975 വരെയാണ് ആ മാച്ച് നടന്നത്. അത് ലണ്ടനിൽ UK വെച്ച് സ്ഥലത്ത് നടന്ന സമയത്ത് അദ്ദേഹം വളരെ നന്നായി കളിക്കുകയും അദ്ദേഹമാണ് ആദ്യത്തെ ആഫ്രോ അമേരിക്കനായിട്ടുള്ള, അത് മാത്രമല്ല അമേരിക്കയിൽ നിന്ന് വിംബിൾഡന് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യത്തെ വ്യക്തി. ജിമ്മി കോണേഴ്സ് എന്ന് പറയുന്ന ആളിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വിജയം കരസ്ഥമാക്കിയത്. ആ സമയത്തെ പ്രൈസ് മണി എന്ന് പറയുന്നത് 1,14,875 പൗണ്ട്സായിരുന്നു. അപ്പോൾ നല്ലൊരു സംഖ്യ, അത്രയും 1975 എന്ന് പറയുമ്പോൾ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് അത്രയും നല്ലൊരു സംഖ്യ പ്രൈസ് മണിയായി വാങ്ങിയ ഒരു അമേരിക്കക്കാരൻ. ടെന്നീസ് പ്ലെയർ ഈ സമയം ഓർക്കുവാൻ കാരണം, അദ്ദേഹത്തിൻ്റെ പേരിൽ ന്യൂയോർക്ക് സിറ്റിയിൽ അമേരിക്കയിൽ ഒരു സ്റ്റേഡിയമുണ്ട്, ആർതർ ആഷെ എന്ന് പറയുന്ന സ്റ്റേഡിയമുണ്ട്. അദ്ദേഹം വന്നിട്ട് അത്രയും വളരെ ഫേമസ് ആയിട്ട് കളിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ 49-ാമത്തെ വയസ്സിൽ അദ്ദേഹം ന്യൂയോർക്കിൽ മാൻഹാട്ടൻ ഹോസ്പിറ്റലിൽ വെച്ച്
HIV സൈഡ് എഫക്റ്റായ ന്യൂമോണിയ ബാധിച്ച് മരിക്കുവാനിടയായി. അദ്ദേഹത്തിന് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയത്, അതായത് ഒരു സർജറി, ഒരു ഹാർട്ട് സർജറി നടക്കുന്ന സമയത്ത് ബ്ലഡ് കൊടുക്കുമ്പോൾ അതിൽ നിന്നാണ് എയ്ഡ്സിൻ്റെ ആ ബ്ലഡിൽ നിന്നാണ് ഉണ്ടായത്. അത് പക്ഷേ അപ്പോൾ തിരിച്ചറിഞ്ഞില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു ബ്രെയിൻ ട്യൂമറിൻ്റേതായ പോലുള്ള ഒരു സർജറി, എമർജൻസി സർജറി ചെയ്യേണ്ടതായി വന്നു. ആ സമയത്താണ് ഇങ്ങനൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. 1988 ആ സർജറി ചെയ്യുമ്പോൾ അറിഞ്ഞു. പക്ഷെങ്കിൽ അദ്ദേഹം അതിനെ വേറെ ആരുമായിട്ടും തന്നെ ഷെയർ ചെയ്യുവാനായിട്ടൊന്നും ആഗ്രഹിച്ചില്ല. അതങ്ങനെ രോഗമുണ്ടെങ്കിലും അതിനെ വളരെ ലൈറ്റായിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ് ചെയ്തിരുന്നത്. ടെന്നീസിൽ നിന്നും അദ്ദേഹം റിട്ടയർമെൻ്റ് എടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ മിച്ചുള്ള ലൈഫെല്ലാം ഒരു സ്കോളറായിട്ടും ഒരു ആക്ടിവിസ്റ്റായിട്ടും ഈ ആഫ്രോ അമേരിക്കൻ ജനങ്ങളുടെ മധ്യത്തിൽ അദ്ദേഹം സ്പോർട്സിൽ വളരെ ഫേമസ് ആയിരുന്നുകൊണ്ട് ജനങ്ങളുടെ മധ്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട് സാധിച്ചു. അവരുടെ എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും അവരുടെ ആ കമ്മ്യൂണിറ്റിയെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുവാനായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ടിടയായി. ഈ സമയം ഒരിക്കൽ അദ്ദേഹം ഈ ബ്ലഡ് ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡോക്ടർ പറയുണ്ടായി, ഇനി 1 വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല, അത്രയും മാത്രം രോഗം സിവിയറായിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം അത് വളരെ ലൈറ്റായിട്ട് തന്നെയാണ് എടുത്തത്. അതെനിക്ക് അത്ര വലിയ രോഗമുണ്ടെന്ന് അറിഞ്ഞു, ഇനി 1 വർഷമേ ജീവിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ വലിയ കൺസേൺ ആയിട്ട് എടുക്കാതെ അദ്ദേഹം ജീവിതം കൊണ്ട് നടക്കായിരുന്നു. ആ സമയത്ത് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രസ്സുകാരൊക്കെയും ഈ വിവരം അറിഞ്ഞു അദ്ദേഹത്തിന് ഒരു പ്രസ് മീറ്റിലേക്ക് ഇത് ചെയ്ത്, അപ്പോൾ അവർ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒരു പത്രക്കാരന് അദ്ദേഹത്തിൻ്റെ രോഗവിവരം അറിഞ്ഞിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞ്, ഇത്രയും ഫേമസായ താങ്കൾക്ക്, ഇത്രയും നന്മകൾ ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു നിങ്ങൾ എങ്ങനെ ഒരു രോഗത്തിന് അടിമയായി? എന്താണ് ദൈവം നിങ്ങളെ തന്നെ അതുപോലെ നിങ്ങളോട് തന്നെ ഇത്ര കഠിനമായി പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതിന് ഓഥർ പറഞ്ഞ മറുപടിയാണ് എല്ലാവരെയും വളരെ അതിശയിപ്പിച്ചത്. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എങ്ങനെയായിരുന്നു: ഈ ലോകത്തിൽ ഇത്രയും ജനങ്ങളുണ്ടായിട്ടും വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യനാകുവാനായിട്ട് ദൈവം എന്തിനാണ് എന്നെ തന്നെ തിരഞ്ഞെടുത്തത്? ഈ ഇത്രയും ജനങ്ങളുള്ള, ഇത്രയും ഫേമസ് ആയിട്ടുള്ള കളിക്കാരെല്ലാം ഉണ്ടായിട്ടും ഈ ആഫ്രോ അമേരിക്കൻ ആണെന്നുള്ളതിനെ കഴിഞ്ഞും ഒരു അമേരിക്കക്കാരനായ എന്നെ തന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത്. ഇത്രയും സമ്പത്തും പ്രതാപവും പ്രശസ്തിയും എല്ലാം ദൈവം എന്തിനാണ് എനിക്ക് തന്നെ നൽകിയത്? ഈ ഉത്തരത്തിൽ കേട്ടിട്ട് പത്രക്കാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അധികം നാൾ താമസിക്കാതെ അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായി. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്താണ് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്? അതായത് സുഖവും ദുഃഖവും ഒരേപോലെ ഏറ്റുവാങ്ങുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദൈവം അതിശ്രേഷ്ഠമായതിനെ തന്നെ തിരഞ്ഞു പിടിച്ച് ലോകത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു, നാം അറിയുന്നില്ലെന്ന് മാത്രം. ഈ ആത്തറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ അത് വളരെ അർത്ഥവത്താണല്ലോ. ഇത്രമാത്രം പ്രശസ്തിയും പ്രതാപവും അതുപോലെ തന്നെ എനിക്ക് ഇത്രയും സമ്പത്തും എല്ലാം നൽകി എന്നെ മാത്രം തിരഞ്ഞെടുത്ത് എന്തിനാണ് എന്നെ മാത്രം ഇത്ര അനുഗ്രഹിച്ചെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുവാനായിട്ടൊന്നുമില്ല. അതായത് നമ്മൾ സുഖം വന്നാലും ദുഃഖം വന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവം തരുന്നതിനെ ഏറ്റവും എല്ലാം നന്മയ്ക്കായി സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഈ നോമ്പിൻ്റെ കാലത്തിൽ ഈ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് രോഗം വന്നാലും ദുഃഖം വന്നാലും പ്രയാസം വന്നാലും അതൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് വരുന്നതെന്നും അതുപോലെ തന്നെ എന്ത് നന്മ വന്നാലും അത് ദൈവം നമുക്ക് പ്രസാദിച്ച് തന്നതാണെന്നും തിരിച്ചറിയാനുള്ള ആ ഒരു ഉത്തമമായിട്ടുള്ള ബോധം നമുക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒരു നല്ല ദിവസം
ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും നന്നായി സന്തോഷത്തോടുകൂടി നിങ്ങൾ ജീവിച്ച് മുന്നേറുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.